ഇൻഫെർട്ടിലിറ്റിയെ കുറിച്ച് ഇപ്പോൾ അവയർനെസ് കൂടുന്നുണ്ട്, പക്ഷേ ഇഗ്നറൻസും ഒരുപാടുണ്ട്. കുട്ടികളില്ലാത്ത ദമ്പതികളുടെ കാര്യം പറയുമ്പോൾ പലപ്പോഴും ഗൈനക്കോളജിസ്റ്റുകൾ പറയുന്നത് അവരതിനെ അവഗണിക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ കറക്റ്റായിട്ടൊരു ഫോളോ അപ്പ് ഇല്ലാത്തത് കൊണ്ടാണെന്നാണ്. അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടെങ്കിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിലോ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ദുബായ് ഗിസൈസിലുള്ള പ്ലാറ്റിനം ഹെൽത്ത് കെയറിലാണ് ഇവിടുത്തെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ സുസ്മിത ബാബു. ഡോക്ടറുമായിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം. അതിൻ്റെ കൂട്ടത്തിലൊരു പാക്കേജും കൂടെ ഉണ്ട്, അതും പറയാം. കൺസീവ് ചെയ്യാൻ ട്രൈ ചെയ്ത് വിതിൻ 1 year ആയില്ലെങ്കിൽ ദാറ്റ് ഇസ് ഇൻഫെർട്ടിലിറ്റി. സോ 1 in 7 പീപ്പിൾ കപ്പിൾ ഇൻഫെർട്ടിലിറ്റി ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത്. അവയർനെസ് കൂടിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ, പക്ഷെ അതോടൊപ്പം തന്നെ ഇഗ്നറൻസും പലപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർ റോങ് ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സിലേക്ക് പോകുന്നു, ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നു, എസ്പെഷ്യലി ലേഡീസ്. ഇതിൻ്റെ കോസസിലേക്ക് പോവുകയാണെങ്കിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഈക്വൽ ആണ് കോൺട്രിബ്യൂഷൻ. ഫീമെയിൽ ഫാക്ടേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് പറയേണ്ടത് ഓവുലേറ്ററി ഫാക്ടേഴ്സ്, എസ്പെഷ്യലി PCOSും PCOD. സെക്കൻഡ്ലി ട്യൂബൽ ഫാക്ടേഴ്സ്, എൻഡോമെട്രിയോസിസ്, ഇൻഫെക്ഷൻസ് ഒക്കെ കൊണ്ട് ചിലപ്പോൾ ട്യൂബൽ ബ്ലോക്സ് ഉണ്ടാവാം. തേർഡ്ലി യൂട്രസിൻ്റെ അബ്നോമാലിറ്റീസ്, 2 അറകളുള്ള യൂട്രസ്, അല്ലെങ്കിൽ ഒരു ദശ വളർച്ചയുള്ള യൂട്രസ്, അല്ലെങ്കിൽ ഫൈബ്രോയിഡ് യൂട്രസ്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഫീമെയിൽ കോസസ്. മെയിൽ ഫാക്ടേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മെയിൽ സെക്ഷുവൽ ഡിസ്ഫങ്ഷൻ, അതായത് ഇജാക്കുലേറ്ററി ഫെയിലിയർ ഓർ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻസ് എന്നൊക്കെ പറഞ്ഞ കണ്ടീഷൻസ്, അബ്നോർമൽ സ്പേം പ്രൊഡക്ഷൻ, വെരി റയർലി ഹോർമോണൽ ഓർ ജനറ്റിക് ആയിട്ടുള്ള പ്രോബ്ലംസും ഈ ഇൻഫെർട്ടിലിറ്റി കോസ് ചെയ്യാം. അപ്പോൾ ഡോക്ടർ, എപ്പോഴാണ് ഒരു കപ്പിള് ഡോക്ടറുടെ കൺസൾട്ടേഷന് വരേണ്ടത്? പ്രഗ്നൻസി ട്രൈ ചെയ്ത് വിതിൻ 1 year സക്സസ്ഫുൾ ആയില്ലെങ്കിലാണ്. പക്ഷേ ഏജ് 30 years എസ്പെഷ്യലി ഫോർ ദ ഫീമെയിൽ, എൻഡോമെട്രിയോസിസ്, PCOS, പിന്നെ മെൻസ്ട്രേഷൻ്റെ സമയത്ത് ഹൈ ആയിട്ട് വളരെയധികം പെയിൻ ഉള്ളവർ ഒന്ന് നേരത്തെ കൺസൾട്ട് ചെയ്താൽ നന്നായിരിക്കും. ട്രീറ്റ്മെൻറ്റ് നമുക്ക് ഓരോ കപ്പിളിനെയും തറോ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യണം. ഹിസ്റ്ററി, ഫിസിക്കൽ എക്സാമിനേഷൻ, ഇൻവെസ്റ്റിഗേഷൻ എല്ലാം ചെയ്ത് ഒരു ഇൻഡിവിജ്വലി ടൈലേർഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളാണ് ഈച്ച് കപ്പിളിന്. സക്സസ് റേറ്റ് എത്രത്തോളം ആയിരിക്കും? സക്സസ് ഡിപ്പെൻഡിങ് ഓൺ ദ കോസ് ആണ്. അപ്പോൾ എത്രയും ഏർലി നമ്മളത് ഇവാലുവേറ്റ് ചെയ്ത് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പല കപ്പിൾസ് നെഗ്ലക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഫീമെയിലിൻ്റെ ഏജ്. ദ യങ്ങർ ദ ഫീമെയിൽ ഇസ് ഗ്രേറ്റർ ദ സക്സസ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് 499 ദിറംസിന് ഒരു ഫെർട്ടിലിറ്റി സ്ക്രീനിങ് പാക്കേജ് ഉണ്ട്. ഇതിൽ ഗൈനക്കോളജിസ്റ്റിൻ്റെ കൺസൾട്ടേഷൻ ഉണ്ട്, അതുപോലെ തന്നെ അൾട്രാസൗണ്ട് സ്കാൻ ഉണ്ട്, പിന്നെ കുറച്ച് ഹോർമോൺ പ്രൊഫൈൽ ടെസ്റ്റുകളും ഉണ്ട്. സാധാരണ 1000-1500 ദിറംസ് ഒക്കെ വരുന്നതാണ് ഇപ്പോൾ 499 ദിറംസിൻ്റെ ഒരു പാക്കേജ് ആയിട്ട് ഇട്ടിരിക്കുന്നത്. പ്ലാറ്റിനം ഹെൽത്ത് കെയറിൻ്റെ ലൊക്കേഷൻ വരുന്നത് ദുബായ് ഗിസൈസിലാണ്, നമ്മുടെ നെല്ലറ റെസ്റ്റോറൻറ്റിലെ അതിൻ്റെ ജസ്റ്റ് പിറകിലായിട്ടാണ്. ഡോക്ടറെ അടുത്ത് നേരിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യാനോ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിയാനോ ഒക്കെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചോളൂ.